എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ 1-ാമത്തെ സർഗത്തിലെ 47 മുതൽ 55 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഈ ശ്ലോകങ്ങളിലൊക്കെ അനുഷ്ഠുപ്പ് വൃത്തം തന്നെയാണുള്ളത്. ഇത് വളരെ എളുപ്പത്തിൽ കഥ പറഞ്ഞു പോണ ശ്ലോകങ്ങളാണെന്നുള്ളത് കൊണ്ട് വേഗം വായിച്ചെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ആഴമുള്ള വിഷയങ്ങള് അല്ലെങ്കിൽ ദാർശനികമായിട്ടുള്ള വിഷയങ്ങളൊന്നും പറയണില്ല. കഥ ഇങ്ങനെ വളരെ വേഗത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു പോവാണെന്നുള്ളത് കൊണ്ട് ഇത്രയും ശ്ലോകങ്ങൾ നോക്കി പോവാൻ സാധിക്കും എന്ന് കരുതുന്നു. നമുക്ക് ആദ്യം 47-ാമത്തെ ശ്ലോകം നോക്കാം. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ജനസ്ഥാനത്തെ അവിടെ വസിച്ചിരുന്നവളായ ശൂർപ്പണഖ എന്ന പേരുള്ള രാക്ഷസിയെ, കാമരൂപിണിയായിട്ടുള്ള രാക്ഷസിയെ വിരൂപമാക്കി ശ്രീരാമൻ രൂപത്തിന് വൈരൂപ്യമുണ്ടാക്കി, ശരീരത്തിൽ വൈരൂപ്യമുണ്ടാക്കി എന്ന് പറഞ്ഞു. ഇനി എന്തൊക്കെയാണ് പറയണത്? അവിടെ നമുക്ക് എല്ലാവർക്കും അറിയണ കഥകൾ തന്നെയാണ്. നമുക്ക് 47-ാമത്തെ ശ്ലോകം ആദ്യം നോക്കാം. തദശൂർപ്പണഖാവാക്യാദുദ്യുക്താൻ സർവരാക്ഷസാൻ ഖരം ത്രിശിരസം ചൈവ ദൂഷണം ചൈവ രാക്ഷസം. അതിനുശേഷം, അതായത് ശൂർപ്പണഖയെ വിരൂപയാക്കിയതിനു ശേഷം, തഥാ ശൂർപ്പണഖ വാക്യാത്, ശൂർപ്പണഖയുടെ വാക്കുകൾ കേട്ടിട്ട് യുദ്ധം ചെയ്യാനായിട്ട് വന്നവരായ, അതാണ് ഉദ്യുക്താൻ, യുദ്ധം ചെയ്യാനായിട്ട് ശ്രീരാമനോട് യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെട്ടു വന്നവരായ സർവരാക്ഷസാൻ, എല്ലാ രാക്ഷസന്മാരെയും തന്നെ ശ്രീരാമചന്ദ്രൻ വധിച്ചു. അതുപോലെ തന്നെ ഖരം ത്രിശിരസം ചൈവ ദൂഷണം ചൈവ രാക്ഷസം, ആ വലിയ കുറെ അസുരന്മാരെ, രാക്ഷസന്മാരൊക്കെ വന്നു, അവരെയൊക്കെ വധിച്ചു. അതോടൊപ്പം തന്നെ 3 പേരെ വധിച്ചു എന്നുള്ളത് എടുത്തു പറയുന്നുണ്ട്. അവരായിരുന്നു ഖരൻ എന്നു പേരുള്ള ഒരു അസുരൻ, രാക്ഷസൻ, അസുരനല്ല രാക്ഷസൻ എന്ന് തന്നെയാണ് പറയണത്, ത്രിശിരസ്, അതുപോലെ ദൂഷണൻ. ഖരദൂഷണന്മാരും ത്രിശിരസും. ഇവര് 3 പേരും ശൂർപ്പണഖയുടെ സഹോദരന്മാര് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ രാവണനും കുംഭകർണനും ഒക്കെ ശൂർപ്പണഖയുടെ സഹോദരന്മാരാണ്. ചിലപ്പോൾ ഇവരൊക്കെ അമ്മ മാറിയിട്ടുള്ള സഹോദരന്മാരൊക്കെ ആവാം. രാമായണത്തിൽ അങ്ങനെ പ്രത്യേകമായിട്ടൊന്നും എടുത്തു പറഞ്ഞിട്ടില്ല. എല്ലാവരും രാക്ഷസന്മാരെ ശ്രീരാമനെ ആക്രമിക്കാനായിട്ട്, ശൂർപ്പണഖയുടെ വൈരൂപ്യം കണ്ട് ആക്രമിക്കാനായിട്ട് വന്നവരാണ്. അവരെ മുഴുവനും ശ്രീരാമൻ വധിച്ചു എന്നാണ് പറയണത്. അതിനുശേഷം അവരെയൊക്കെ വധിച്ചു എന്നുള്ളത് അടുത്ത ശ്ലോകത്തിലാ പറയണത്. നിജഘാനരണേ രാമസ്തേഷാം ചൈവ പദാനുഗാൻ വനേ തസ്മിൻ നിവസതാ ജനസ്ഥാന നിവാസിനാം രക്ഷസാം നിഹതാന്യാസൻ സഹസ്രാണി ചതുർദശ തതോ ജ്ഞാതിവധം ശ്രുത്വാ രാവണഃ ക്രോധമൂർച്ഛിത. 48-ഉം 49-ഉം ഒരുമിച്ച് പറയാവുന്ന ശ്ലോകങ്ങളാണ്. 47 കൂട്ടത്തിൽ തന്നെ പറയായിരുന്നു. ഖരനെയും ത്രിശിരസിനെയും ദൂഷണൻ എന്നു പേരുള്ള അസുരനെയും രണേ ജഘാന, രണത്തിൽ, യുദ്ധത്തിൽ ആരാണ് കൊന്നത്? രാമ ജഘാന, രാമൻ അവരെയൊക്കെ തന്നെ യുദ്ധത്തിൽ വധിച്ചു. മാത്രമല്ല തേഷാം ച പദാനുഗാൻ, അവരുടെ പിൻഗാമികളായിട്ട്, അവരോടൊപ്പം സഞ്ചരിക്കുന്നവരായ, അവരുടെ കൂട്ടത്തിലുള്ളവരായിട്ടുള്ള കുറെ രാക്ഷസന്മാരെയും യുദ്ധത്തിൽ വധിക്കേണ്ടായി. അവരൊക്കെ എവിടെയാ താമസിച്ചിരുന്നത്? തസ്മിൻ വനേ, ആ കാട്ടിൽ തന്നെ, അതായത് ഈ ദണ്ഡകം എന്നു പേരുള്ള ആ കാട്ടിലെ മറ്റൊരു പ്രദേശത്തെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞത്. ജനസ്ഥാനം, അവിടെ തന്നെ വസിച്ചിരുന്നവരായ, അതാണ് തസ്മിൻ വനേ നിവസത, ആ വനത്തിൽ താമസിച്ചുകൊണ്ട് തന്നെ ശ്രീരാമൻ എന്ത് ചെയ്തു? ജനസ്ഥാന നിവാസിനാം, ജനസ്ഥാനത്ത് വസിച്ചുകൊണ്ടിരുന്നവരായ രാക്ഷസാം ചതുർദശ സഹസ്രാണി, ചതുർദശ സഹസ്രം എന്ന് പറഞ്ഞാൽ 14,000 രാക്ഷസന്മാരെ കൂടി എന്തു ചെയ്തു? നിഹതാനി ആസൻ, വധിക്കുകയുണ്ടായി. അപ്പോ അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട എല്ലാ രാക്ഷസന്മാരെയും വധിച്ചു. ഖരനെ വധിച്ചു, ദൂഷണനെ വധിച്ചു, ത്രിശിരസിനെ വധിച്ചു. അവരുടെ ബന്ധുക്കളായിട്ടുള്ള സകല രാക്ഷസന്മാരെയും ജനസ്ഥാനത്ത് വസിച്ചുകൊണ്ട് തന്നെ, അവരുടെ കൂട്ടത്തിൽ താമസിച്ചുകൊണ്ട് തന്നെ, അതന്നെയാണ് ഒരു വീരന്റെ ലക്ഷണവും. അവിടെ നിന്ന് മാറിപ്പോയി ഇടയ്ക്ക് വന്നൊരാക്രമണം വധിക്കുക, അതൊന്നുമല്ല. അവിടെ തന്നെ വസിച്ചുകൊണ്ട്, ഇവര് ആകെ 3 പേരേ ഉള്ളൂ എന്ന് ആലോചിക്കണം. അതിൽ തന്നെ 2 പേരേ ഉള്ളൂ. ശ്രീരാമനും ലക്ഷ്മണനും മാത്രമേ ഉള്ളൂ ഈ രാക്ഷസന്മാരെ തുരത്താൻ. അവരാണെങ്കിൽ 10,000-കണക്കിന് ആൾക്കാരുണ്ട്. എന്നാലും അവരെ എല്ലാവരെയും തന്നെ ശ്രീരാമചന്ദ്രൻ വധിക്കുകയുണ്ടായി.
അതായത് ഇവിടെ അന്വയിക്കുമ്പോൾ ചതുർദശ സഹസ്രാണി രക്ഷസാം ചതുർദശ സഹസ്രാണി നിഹതാനി, രാക്ഷസന്മാരുടെ 14,000, അതായത് 14,000 രാക്ഷസന്മാരെ വധിക്കുകയും ഉണ്ടായി. അതാണ് മലയാളത്തിലെ നല്ല ഭാഷ. അപ്പോ ഇതൊക്കെ കൂടി കേട്ടിട്ട്, ഇതൊക്കെ ബന്ധുക്കളാണ്, അതൊക്കെ കൂടി കേട്ടപ്പോൾ രാവണൻ എന്താ സംഭവിച്ചത്? തതോ ജ്ഞാതിവധം ശ്രുത്വാ രാവണ ക്രോധമൂർച്ഛിത. ഇതില് രണ്ടാമത്തെ വരികളൊക്കെ പിന്നത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ വരിയായിട്ട്, മൂന്നാമത്തെ വരിയല്ല, ഒന്നാമത്തെ ശ്ലോകമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെയാണ് ഈ 2 ശ്ലോകങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആ രീതിയിൽ നമ്മൾ ഏതൊരു പുസ്തകത്തിനെ ആധാരമാക്കിയിട്ടാണോ വർണ്ണിക്കുന്നത് അതിലെങ്ങനെയാണോ പറയണത് എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ മാറ്റാതെ പറയാണ്. മറ്റു ചില വ്യാഖ്യാനങ്ങളിൽ ചിലത് 3 ആയിട്ട് വ്യാഖ്യാനിച്ച് കാണുന്നുണ്ട്. പക്ഷെ ഞാൻ ഗീതാ പ്രസിന്റെ സംസ്കൃതത്തിലുള്ള വാൽമീകി രാമായണവും അതുപോലെ തന്നെ ലീലാവതി ടീച്ചറുടെ വ്യാഖ്യാനവും നോക്കിയിട്ടാണ് പോണത്. അതില് ഈ ഒരു ക്രമമാണ് നോക്കിയിരിക്കുന്നത്. അപ്പോ തതോ ജ്ഞാതിവധം ശ്രുത്വാ രാവണ ക്രോധമൂർച്ഛിത. ജ്ഞാതികൾ എന്ന് പറഞ്ഞാൽ ബന്ധുക്കളൊക്കെ മരിച്ചു എന്നറിഞ്ഞിട്ട്, ശ്രുത്വ കേട്ടിട്ട്, രാവണൻ എന്ത് സംഭവിച്ചു? ക്രോധം കൊണ്ട് മോഹാലസ്യപ്പെട്ടതുപോലെയായി. താൻ എന്താ ചെയ്യണത്, ദേഷ്യം വന്നിട്ട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടണത് എന്ന് പോലും അറിയാത്തൊരവസ്ഥയിലേക്ക് മാറിപ്പോയി. അതാണ് ക്രോധമൂർച്ഛിത രാവണ. ആ രാവണൻ എന്താ ചെയ്തത്? അടുത്ത ശ്ലോകത്തിലാണ്, 50ാമത്തെ ശ്ലോകത്തിലാണ്, സഹായം വരയാമാസ മാരീചം നാമ രാക്ഷസം വാര്യമാണസ്സു ബഹുശോ മാരീചേന സ രാവണ. 50ാമത്തെ ശ്ലോകത്തിൽ പറയാണ്, രാവണൻ ക്രുദ്ധനായിട്ട് മാരീചം നാമ രാക്ഷസം സഹായം വരയാമാസ, മാരീചൻ എന്ന പേരുള്ള രാക്ഷസനോട്, മാരീചൻ രാവണന്റെ അമ്മാവനായിട്ട് തന്നെയാണ് പറയണത്, ആ മാരീചനോട് സഹായവും ചോദിച്ചു. അതാണ് മാരീചം നാമ രാക്ഷസം സഹായം വരയാമാസ, മാരീചൻ എന്ന പേരുള്ള രാക്ഷസനോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ മാരീചൻ എന്താ ചെയ്തത്? മാരീചേന സ രാവണ സുബഹുശോ വാര്യമാണ്. മാരീചൻ പലതവണ, അതാണ് സുബഹുശോ, പലതവണ എന്ത് ചെയ്തു? പലതവണ രാവണനെ തടഞ്ഞു. വാര്യമാണ്, അങ്ങനെ ചെയ്യരുത്, രാമനുമായിട്ടൊരു ശത്രുത ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാ മാരീചൻ അങ്ങനെ പറഞ്ഞത്? മാരീചന് നല്ലോണം അറിയാം, ശ്രീരാമനുമായിട്ട് ശത്രുത ഉണ്ടാക്കിയാൽ വധിച്ചേ അടങ്ങൂ. എങ്ങനെയോ ഒരു ചെറിയ ഭാഗ്യം കൊണ്ടാണ് മാരീചൻ രക്ഷപ്പെട്ടത്. സുബാഹു, മാരീചന്റെ സഹോദരനായിട്ടുള്ള സുബാഹു പണ്ടൊരിക്കൽ വിശ്വാമിത്രന്റെ ആശ്രമത്തിൽ വെച്ച് മരിച്ചുപോയ കഥ മാരീചൻ അറിയാം. അതുകൊണ്ട് മാരീചൻ പറഞ്ഞു, ശ്രീരാമനോട് ശത്രുത പുലർത്തണ്ടാട്ടോ എന്ന് പലതവണ രാവണനെ ഓർമ്മിപ്പിച്ചു. എങ്കിലും രാവണൻ ആ ദേഷ്യം വർദ്ധിച്ചത് കൊണ്ട്, തന്റെ ബന്ധുക്കളൊക്കെ ആണല്ലോ നാശം വന്നത്, അതൊക്കെ ഓർത്തുകൊണ്ട് വളരെയധികം ദേഷ്യപ്പെട്ടതുകൊണ്ട് ആ ഒരു വാക്യം കേട്ടെന്നില്ല. അതാണ് വാര്യമാണ് സുബഹുശോ മാരീചേന സരാവണ, മാരീചേന സരാവണ സുബഹുശോ വാര്യമാണ്. അങ്ങനെ പലതവണ തടഞ്ഞു എങ്കിൽ പോലും രാവണൻ അതൊന്നും കേൾക്കാൻ സന്നദ്ധനായില്ല. അതാണ് 51ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ന വിരോധോ ബലവതാക്ഷമോ രാവണതേന തേ അനാദൃത്യതു തദ്വാക്യം രാവണ കാലചോദിത. ആദ്യത്തെ വരിയില്, 51ാമത്തെ ശ്ലോകത്തിൽ ആദ്യത്തെ വരിയിൽ പറയാണ്, ഹേ രാവണ, രാവണനെ അഭിസംബോധന ചെയ്തുകൊണ്ട് മാരീചൻ പറയാണ്, തേന ബലവത വിരോധ ന അക്ഷമ ന ക്ഷമ. അങ്ങനെയാണ്, ബലവത തേന വിരോധ ന ക്ഷമ. വളരെ ബലവാനായിട്ടുള്ള ഒരാളാണ് രാമൻ. ആ രാമനോട് ശത്രുത നന്നല്ലാട്ടോ എന്ന് ഓർമ്മിപ്പിച്ചു. അതാണ് ബലവത തേന വിരോധ ന ക്ഷമ. അങ്ങനെ അത്രയ്ക്ക് ബലവാനായിട്ടുള്ള ശ്രീരാമനോട്, ഒറ്റയ്ക്ക് നിന്നാലും നല്ല ബലവും ധൈര്യവുമുള്ള ആളാണ് ശ്രീരാമൻ. അങ്ങനെയുള്ള ഒരാളോട് നീ ശത്രുത വച്ച് പുലർത്തണ്ടാട്ടോ രാവണ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. രാവണ എന്നുള്ളത് സംബോധനയാണ്. പക്ഷേ രാവണന്റെ അവസ്ഥ എന്താ? കാലചോദിത. അതാണ്, കാലൻ വന്ന് വിളിച്ചു, പിന്നെ രാവണൻ അടങ്ങിയിരിക്കാൻ പറ്റുമോ? അതാണ്, കാലനാൽ പ്രേരിപ്പിക്കപ്പെട്ടവനായ രാവണൻ. ആ രാവണൻ എന്ത് ചെയ്തു? അനാദൃത്യ തദ്വാക്യം അനാദൃത്യ തു. രാവണനാകട്ടെ അമ്മാവന്റെ വാക്കുകളെ പുല്ലുപോലെ വിഗണിച്ചിട്ട് അനാദൃത്യ, അതൊക്കെ അവിടെ വെച്ച് നിൽക്കുകയാണ് ചെയ്യണത്. നമുക്ക് 52ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം.
ജഗാമ സഹമാരീജസ്തസ്യാശ്രമപദം തദാ തേന മായാവിനാ ദൂരമപവാഹ്യ നൃപാത്മജൗ. ഇതൊന്നും പറഞ്ഞിട്ട് രാവണൻ കേൾക്കണില്ല എന്ന് കണ്ടപ്പോൾ അവസാനം മാരീചൻ രാവണനെ വശംവദനായി. നിവൃത്തിയില്ല, രാവണന്റെ വാളുകൊണ്ട് വെട്ടേറ്റ് മരിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരും എന്ന് മനസ്സിലാക്കിയ മാരീചൻ രാവണന്റെ കൂടെ നിന്നു. നിവൃത്തിയില്ല, തന്റെ സഹോദരിയുടെ പുത്രനാണ്. അതുകൊണ്ട് കൂടെ നിന്നുകൊണ്ട് എന്തു ചെയ്തു? ജഗാമ സഹമാരീചസ്തസ്യ ആശ്രമപദം തഥാ. മാരീചനോട് കൂടിയിട്ട് രാവണനും മാരീചനും കൂടിയിട്ട് തസ്യ ആശ്രമപദം തഥാ ജഗാമ. തസ്യ രാമസ്യ, രാമന്റെ ആശ്രമപദത്തിലേക്ക്, ജനസ്ഥാനത്തിലേക്ക്, ദണ്ഡകത്തിൽ എവിടെയാണോ ഇവര് താമസിക്കുന്നത് അവിടേക്ക് മാരീചനും രാവണനും കൂടിയിട്ട് വന്നു എന്നാണ് പറയണത്. അതാണ് ആദ്യത്തെ വരിയില്. രണ്ടാമത്തെ വരിയില് അടുത്ത കഥയിലേക്കുള്ള ഭാഗമാണ്. തേന മായാവിനാ ദൂരം അപവാഹ്യ നൃപാത്മജൗ. തേന മായാവിന മാരീചേന. മായാവിയാണ് മാരീചൻ. രാക്ഷസന്മാരൊക്കെ തന്നെ മായാവികളാണ്, പ്രത്യേകിച്ചെടുത്ത് പറയേണ്ട കാര്യമില്ല. എന്നാലും ഒന്ന് പറയാണ്. തേന മായാവിന, ആ മായാവിയായിട്ടുള്ള മാരീചനാൽ നൃപാത്മജൗ ദൂരം അപവാഹ്യ. നൃപാത്മജന്മാർ രണ്ടുപേര്, ശ്രീരാമനും ലക്ഷ്മണനും, അവര് രണ്ടുപേരും എന്ത് ചെയ്തു? അവരെ രണ്ടുപേരെയും ദൂരത്തേക്ക് കൊണ്ടുപോയി. ദൂരം അപവാഹ്യ, അങ്ങനെ അവിടെ നിന്ന് വളരെ ദൂരത്തേക്ക് മാറ്റി നിർത്തിയിട്ട്. നമുക്കറിയാം, മാരീചനൊരു സ്വർണമാനായി ചമഞ്ഞ സീതയുടെ മുമ്പ് കൂടെ പോയെന്നും സീതയ്ക്ക് ആ മാനിനോടുള്ള ആഗ്രഹം നിമിത്തം രാമനോട് പോയി പിടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു എന്നും. അപ്പോ ആദ്യം രാമൻ പോയി. രാമന്റെ കരച്ചിൽ കേട്ടിട്ട് രാമനെ സഹായിക്കാൻ വേണ്ടി ലക്ഷ്മണനും പോയി. അങ്ങനെ സീത മാത്രമായി തീർന്നു ആശ്രമത്തില്. അപ്പോൾ എന്താ ചെയ്തത്? ജഹാര ഭാര്യാം രാമസ്യ ഗൃധ്രം ഹത്വാ ജടായുഷം ഗൃധ്രം ച നിഹതം ദൃഷ്ട്വാ ഹൃദാം ശ്രുത്വാ ച മൈഥിലീം. അത് കഴിഞ്ഞിട്ടാണ് രാഘവ ശോകസന്തപ്തോ വിലലാവാകുലേന്ദ്രിയ തതസ്തേനൈവ ശോകേന ഗൃധ്രം ജഗ്ധ്വാ ജടായുഷം മാർഗമാണോ വനേ സീതാം രാക്ഷസം സന്ദർശഃ കബന്ധം നാമരൂപേണ വികൃതം ഘോരദർശനം. അങ്ങനെ അവസാനത്തെ 3 ശ്ലോകങ്ങൾ ഒരുമിച്ച് നമുക്ക് പറയാൻ പറ്റും. ആ സമയത്ത് ഈ 2 രാജകുമാരന്മാരും രാമനും ലക്ഷ്മണനും മാരീചനാകുന്ന മായാസാരംഗത്തിന്റെ പിന്നാലെ പോയപ്പോ സീത അവിടെ ഒറ്റയ്ക്ക് ആയിരുന്നു ആശ്രമത്തില്. ആ സീതയെ രാവണൻ അപഹരിച്ചു. ജഹാര ഭാര്യാം രാമസ്യ ഭാര്യാം ജഹാര. രാമന്റെ ഭാര്യയായിട്ടുള്ള സീതയെ രാവണൻ അപഹരിച്ചു. എന്നിട്ട് പോകുന്ന വഴിക്ക് എന്തൊക്കെ ഉണ്ടായി? ജടായുഷം ഗൃദ്ധം, ജഡായുസ് അല്ലെങ്കിൽ ജഡായു എന്നു പേരുള്ള കഴുകനെയും ഹത്വ എന്ന് വെച്ചാൽ രാവണൻ വെട്ടിയെന്നേ ഉള്ളൂ, മരണം സംഭവിക്കുന്നത് ശ്രീരാമന്റെ മുമ്പിൽ വെച്ചിട്ടാണ് എന്നാണ് കഥ. അങ്ങനെ ജഡായുസിനെ വധിക്കുകയും ചെയ്തിട്ട് ശ്രീരാമന്റെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ മൃതപ്രായനായിട്ടുള്ള ആ ജഡായു ശ്രീരാമനെ കാണലും ശ്രീരാമന്റെ കാഴ്ചയോടുകൂടി തന്നെ മരിച്ചു പോവുകയാണ്. അങ്ങനെയാണ് കഥ. അതാണ് ഇവിടെ അങ്ങനെ തന്നെയാണ് പറയണത്. ജഡായു താഴേക്ക് വീഴുന്നു. ആ ജഡായുവിനെ കാണുകയാണ് രാമൻ സീതയെ അന്വേഷിക്കുന്നതിന്റെ ഇടയ്ക്ക്. ഗൃധ്രം ച നിഹതം ദൃഷ്ട്വാ ഹൃദാം ശ്രുത്വാ ച മൈഥിലീം. അങ്ങനെ ആ ജഡായു ആണ് പറഞ്ഞു കൊടുക്കണത് സീതയെ രാവണൻ വന്ന് അപഹരിച്ചിട്ടുണ്ട് എന്ന്. ആ കഥ കേൾക്കുകയും ചെയ്തിട്ട് ഗൃധ്രം ച നിഹതം ദൃഷ്ട്വാ ഹൃദാം ശ്രുത്വാ ച മൈഥിലീം. നിഹതം ഗൃധ്രം ദൃഷ്ട്വാ ഹൃദാം മൈഥിലീം ച ശ്രുത്വാ രാഘവ ശോകസന്തപ്ത. ആ വാർത്തകളൊക്കെ കൂടി കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തിട്ട് രാഘവന് വല്ലാതെ വിഷമമായി. അതാണ് 54-ാമത്തെ ശ്ലോകത്തിൽ പറയാണ്, ശോകസന്തപ്ത രാഘവ. വളരെ ദുഃഖിതനായിട്ടുള്ള രാഘവൻ എന്തു ചെയ്തു? വിലലാപ ആകുലേന്ദ്രിയ സൻവിലലാപ. വല്ലാതെ ദുഃഖിച്ചിരുന്നു കൊണ്ട് ഇന്ദ്രിയങ്ങളൊക്കെ ആകുലമായി തീർന്നു. കണ്ണ് വേണ്ടതുപോലെ കാണാൻ പറ്റാതെയായി, ചെവി കേൾക്കാൻ പറ്റാതെയായി, അങ്ങനെ ഇന്ദ്രിയങ്ങളൊന്നും വേണ്ടതുപോലെ പ്രവർത്തിക്കാതെയായി. സീത അപഹരിക്കപ്പെട്ടു എന്ന് മനസ്സിലായ നിമിഷം മുതല് അങ്ങനെ ഇരുന്ന് ഉറക്കെ കരയുകയും ചെയ്തു. എന്നിട്ടോ തതസ്തേനൈവ ശോകേന ഗൃധ്രം ദഗ്ധ്വാ ജടായുഷം. അങ്ങനെ ആ ദുഃഖത്തോടു കൂടി തന്നെ കുറെ നേരം അവിടെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ടാവണം. അതിനുശേഷം ദുഃഖിതനായിട്ട് തന്നെ ശ്രീരാമനും ലക്ഷ്മണനും കൂടി ചേർന്നുകൊണ്ട്
തേനൈവ ആ രാമനാൽ തന്നെ ശോകേന തേന ഏവ ജടായുഷം ഗൃധ്രം ദഗ്ധ്വ ജടായു എന്നു പേരുള്ള ആ കഴുകനെ ദഗ്ധ്വ എന്ന് വെച്ചാല് ദഹിപ്പിച്ചിട്ട് അന്ത്യോദക ക്രിയകളൊക്കെ ചെയ്തിട്ട് അവസാനം എന്ത് ചെയ്തു? മാർഗമാണോ വനേ സീതാം രാക്ഷസം സന്തദർശ കബന്ധം നാമരൂപേണ വികൃതം ഘോരദർശനം. അങ്ങനെ ആ കാട്ടിൽ കൂടെ സീത അപഹരിക്കപ്പെട്ടു എന്ന് മാത്രമേ മനസ്സിലായുള്ളൂ. സീതയെ അന്വേഷിച്ചുകൊണ്ട് നടക്കുമ്പോൾ അവിടെ ഒരു രാക്ഷസനെ കാണുകയാണ്. അതാണ് വനത്തിൽ വെച്ച് സീതാം മാർഗമാണ് സീതയെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നവനായ ആ ശ്രീരാമൻ രാക്ഷസം സന്തദർശ മറ്റൊരു രാക്ഷസനെ കാണുകയും ചെയ്തു. അതാരാണ്? നാമരൂപേണ വികൃതം ഘോരദർശനം കബന്ധം സന്തദർശ. നാമരൂപേണ പേരും കൊള്ളില്ല രൂപവും കൊള്ളില്ല, രണ്ടും പൊട്ടയാണ്. ഇതാണ് നാമം എന്ന് പറഞ്ഞാൽ കബന്ധൻ എന്നാണ് പേര്. അയാളുടെ രൂപവും അങ്ങനെ തന്നെയാണ്. തലയില്ലാത്രേ, കഴുത്തുനിന്ന് മുതൽ താഴെ വരെയുള്ളൂ, വയറ് മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഭക്ഷണ സാധനങ്ങൾ മുഴുവനും വയറ്റിലേക്ക് നേരിട്ട് കയറ്റി വിടുകയാണ്. മൃഗങ്ങളെയും വേടനെ പോലെയുള്ളവരെ ഒക്കെ ഇങ്ങനെ നേരെ ഉദരത്തിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നവനായ അങ്ങനെയുള്ള ഒരു രൂപത്തിലുള്ള പേരുകൊണ്ടും രൂപം കൊണ്ടും വികൃതനായിട്ടുള്ള കബന്ധൻ എന്ന പേരുള്ള ഘോരനായിട്ടുള്ള ഒരു രാക്ഷസനെ അവിടെ വെച്ച് കാണുണ്ടായി സീതയെ അന്വേഷിച്ച് നടക്കുന്നതിന്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഈ 55-ാമത്തെ ശ്ലോകവും തീരാണ്. നമുക്ക് ഈ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. തതശൂർപ്പണഖാവാക്യാദുദ്യുക്താൻ സർവരാക്ഷസാൻ ഖരം ത്രിശിരസം ചൈവ ദൂഷണം ചൈവ രാക്ഷസം നിജഘാനരണേ രാമസ്തേഷാം ചൈവ പദാനുഗാൻ വനേ തസ്മിൻ നിവസതാ ജനസ്ഥാന നിവാസിനാം രക്ഷസാം നിഹതാന്യാസൻ സഹസ്രാണി ചതുർദശ തതോ ജ്ഞാതിവധം ശ്രുത്വാ രാവണ ക്രോധമൂർച്ഛിത സഹായം വരയാമാസ മാരീചം നാമ രാക്ഷസം വാര്യമാണസ്സു ബഹുശോ മാരീചേന സ രാവണ ന വിരോധോ ബലവതാ ക്ഷമോ രാവണ തേന തേ അനാദൃത്യതു തദ്വാക്യം രാവണ കാലചോദിത ജഗാമ സഹ മാരീചസ്തസ്യാശ്രമപദം തദാ തേന മായാ വിനാ ദൂരമപവാഹ്യ നൃപാത്മജോ ജഹാര ഭാര്യാം രാമസ്യ ഗൃധ്രം ഹത്വാ ജടായുഷം ഗൃധ്രം ച നിഹതം ദൃഷ്ട്വാ ഹൃദാം ശ്രുത്വാ ച മൈഥിലീം രാഘവശോകസന്തപ്തോ വിലലാവാകുലേന്ദ്രിയ തതസ്തേനൈവ ശോകേന ഗൃധ്രം ദഗ്ധ്വാ ജടായുഷം മാർഗമാണോ വനേ സീതാം രാക്ഷസം സന്തദർശ കബന്ധം നാമരൂപേണ വികൃതം ഘോരദർശനം. അങ്ങനെ വളരെ ലളിതമായിട്ട് പറഞ്ഞു പോകുന്ന കഥകള്, സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങള് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.